ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഹിന്ദി മീഡിയ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠം ഗ്യാൻ മാർഗ്. 8ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠം ഗ്യാൻ മാർഗ്, അറിവിൻ്റെ വഴി, അറിവിൻ്റെ മാർഗം. ഏകാംഗി ഒരു നാടകമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं. तीनों घने जंगल से गुजर रहे हैं. 3 राजकुमार, 3 രാജകുമാരന്മാർ ഗുരുകുൽ മേ അപ്നി പഠായി പൂരി കർണേ കെ ബാദ്, ഗുരുകുലത്തിൽ നിന്നും തങ്ങളുടെ പഠനം പൂർത്തിയാക്കി ഘർ ലൗട്ട് രഹേ ഹെ, വീട്ടിലേക്ക് മടങ്ങുകയാണ്. തീനോ 3 പേരും ഘനെ ജംഗൽ സെ ഗുസർ രഹേ ഹെ, ഒരു വലിയ ഒരു കാട്ടിലൂടെയാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ നടന്നു വന്ന് ഒരു വലിയ ഘോര വനത്തിലെത്തി. അതിലൂടെയാണ് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഘോര വനത്തിലൂടെയാണ് അവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠം നോക്കാം. 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं. तीनों घने जंगल से गुजर रहे हैं. 3 राजकुमार, 3 രാജകുമാരന്മാർ ഗുരുകുലത്തിൽ അപ്നി പഠായി പൂരി കർണേ കെ ബാദ്, തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി, പഠനം പൂർത്തിയാക്കി ഘർ ലൗട്ട് രഹേ ഹെ, വീട്ടിലേക്ക് മടങ്ങുകയാണ്. തീനോ ഘനെ ജംഗൽ സെ ഗുസർ രഹേ ഹെ, 3 പേരും ഒരു ഘോര വനത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജകുമാർ 3 രാജകുമാരന്മാരുണ്ടല്ലോ, അതിൽ 1ാമത്തെ രാജകുമാരൻ പറയുകയാണ്, ഹം തീനോ ഇസ് ബാത് പർ ഗർവ് കർ സക്തേ ഹെ കി ഹംനെ ജ്ഞാൻ പ്രാപ്ത് കർ ലിയാ ഹെ. ഹം തീനോ, നമ്മൾ 3 പേരും, ഹം തീനോ ഇസ് ബാത് പർ ഗർവ് കർ സക്തേ ഹെ കി ഹംനെ ജ്ഞാൻ പ്രാപ്ത് കർ ലിയാ ഹെ. നമുക്ക് ഈ കാര്യത്തിൽ അഹങ്കരിക്കാം, അഭിമാനിക്കാം. നമ്മൾ 3 പേരും അറിവ് നേടിയവരാണ്. ഹം തീനോ, നമ്മൾ 3 പേരും ഇസ് ബാത്ത് പർ, ഈ കാര്യത്തിൽ ഗർവ് കർ സക്തേ ഹെ, അഹങ്കരിക്കാം. നമുക്ക് അതിനുള്ള വഴിയുണ്ട് നമുക്ക്. കാരണം ഹംനെ ജ്ഞാൻ പ്രാപ്ത് കർ ലിയാ ഹെ, നമ്മൾ അറിവ് നേടിയവരാണ്. 2ാമത്തെ രാജകുമാരൻ പറഞ്ഞു, സംസാർ മേ കിത്നെ കം ലോഗോ കോ യേ സൗഭാഗ്യ പ്രാപ്ത് ഹോതാ ഹെ. സംസാർ മേ, ഈ ലോകത്തിൽ, കിത്നെ കം ലോഗോ കോ, എത്ര കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ സൗഭാഗ്യ പ്രാപ്ത് ഹോതാ ഹെ, ഈ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഈ അറിവ് നേടുക എന്നുള്ള ഈ ഭാഗ്യം എത്ര കുറച്ച് പേർക്ക് കിട്ടുകയുള്ളൂ. 3ാമത്തെ രാജകുമാരൻ പറയുകയാണ്, പർ ഹം സബ്കാ ജ്ഞാൻ ബറാബർ നഹീ ഹെ, പക്ഷേ നമ്മുടെ എല്ലാവരുടെയും അറിവ് തുല്യമല്ല. പർ ഹം സബ്കാ ജ്ഞാൻ ബറാബർ നഹീ ഹെ, നമ്മുടെ അറിവുകൾ എല്ലാവരുടേതും ഒരുപോലെയല്ല. രാജകുമാർ 1. അപ്പോൾ 1ാമത്തെ രാജകുമാരൻ ഇത് കേട്ടപ്പോൾ ചോദിച്ചു, ക്യാ മത്ലബ് ഹേ തുമാര, നീ എന്താണ് അർത്ഥമാക്കുന്നത്? നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? രാജകുമാർ, അപ്പോൾ 3ാമത്തെ രാജകുമാരൻ പറയാണ്, മേരാ ജ്ഞാൻ തും ദോനോ കെ ജ്ഞാൻ സെ അധിക് ഹേ. എൻ്റെ അറിവ് നിങ്ങൾ 3 പേരുടെ അറിവിനേക്കാളും വലുതാണ്. മേരാ ജ്ഞാൻ തും ദോനോ കെ ജ്ഞാൻ സെ അധിക് ഹേ, നിങ്ങളെക്കാൾ കൂടുതൽ അറിവ് എനിക്കാണുള്ളത്. അപ്പോൾ 1ാമത്തെ രാജകുമാർ 1, कैसी मूर्खता वाली बातें कर रहे हो, मैं तुम दोनों से बड़ा हूँ, मेरे ही पास ज़्यादा ज्ञान है. അപ്പോൾ 1ാമത്തെ രാജകുമാരൻ പറയുകയാണ്, कैसी मूर्खता वाली बातें कर रही, എന്ത് വിഡ്ഢിത്തമാണ് നീ പറയുന്നത്? मैं तुम दोनों से बड़ा हूँ, നിങ്ങൾ 2 പേരെക്കാളും വലുതാണ് ഞാൻ. मेरे ही पास ज़्यादा ज्ञान है, എൻ്റെ അടുത്താണ് നിങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ളത്. രാജകുമാർ 2, मैं तो गुरुकुल आने से पहले भी पढ़ता था, मेरा ज्ञान तुम दोनों से ज़्यादा है. ഞാനേ മേത്തോ ഗുരുകുൽ ആനെ സെ പെഹലെ, ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പ് ഭി പഠിത്താ ഥാ, പഠനം തുടങ്ങിയ ആളാ ഞാൻ. മേരാ ജ്ഞാൻ തും ദോനോ സെ ജ്യാദാ ഹെ, നിങ്ങൾ 2 പേരെക്കാളും അറിവ് എനിക്ക് കൂടുതലായിട്ടുണ്ട്. കാരണം ഞാൻ ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പേ പഠനം തുടങ്ങിയ ആളാ. അടുത്ത പേജിലേക്ക് നോക്കാം. അപ്പോൾ രാജകുമാർ 1, അപ്പോൾ രാജകുമാർ പറയാണ്, मेरे पिता बहुत बड़े ज्ञानी हैं, उनका पुत्र होने के नाते मैं तुम दोनों से ज़्यादा विद्वान हूँ. എൻ്റെ അച്ഛനെ, മേരെ പിതാ बहुत बड़े ज्ञानी है, എൻ്റെ അച്ഛൻ വലിയൊരു പണ്ഡിതനാണ്. ഉൻക പുത്ര ഹോനെ കെ നാത്തെ, അദ്ദേഹത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ
मैं तुम दोनों से ज़्यादा विद्वान हूँ. ഞാൻ നിങ്ങൾ രണ്ടുപേരെക്കാൾ കൂടുതൽ പണ്ഡിതനാണ്. രാജകുമാർ, രണ്ടാമത്തെ രാജകുമാരൻ. पिता से क्या होता है? मेरी तो माताजी देश की मानी हुई विदुषी है. मैं उनके पेट में 9 महीने रहा हूँ. तुम दोनों मेरा मुकाबला नहीं कर सकते. हाँ, पिता से क्या होता है? അച്ഛനിൽ നിന്ന് എന്തുണ്ടാവാനാ? അച്ഛനെ കൊണ്ട് എന്താവാനാ? മേരി തോ മാതാജി, എൻ്റെ അമ്മയുണ്ടല്ലോ, ദേശ് കി മാനി ഹുയി വിദുഷിയെ, ഈ രാജ്യത്തെ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു പണ്ഡിതയാണ്, ഈ രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതയാണ് എൻ്റെ അമ്മ. മേ ഉൻകെ പേട്മേ, ഞാൻ അവരുടെ വയറ്റിലെ 9 മഹീനെ രഹാഹും, 9 മാസം കിടന്നിട്ടുണ്ട്. തും ദോനോ മേരാ മുക്കാബില നെഹി കർ സക്തെ, നിങ്ങൾക്കും രണ്ടുപേർക്കും എന്നോട് ഏറ്റുമുട്ടാൻ സാധിക്കില്ല. എൻ്റെ അറിവാണ് ഏറ്റവും വലിയ അറിവ്. അപ്പം മൂന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു, മേരെ ഘർ കെ സേവക് തക് മഹാപണ്ഡിത് ഹെ, തും ദോനോ മേരെ ആകെ മൂർഖ് ഹോ. മേരെ ഘർ കെ സേവക്, എൻ്റെ വീട്ടിലെ സെർവൻസ്, ഭൃത്യന്മാർ, വേലക്കാർ പോലും മഹാപണ്ഡിത് ഹെ, സേവക് തക് മഹാപണ്ഡിത് ഹെ, അവർ വലിയ വലിയ പണ്ഡിതന്മാരാണ്. അവർ വരെ എൻ്റെ വീട്ടിലെ ഭൃത്യന്മാർ വരെ വലിയ പണ്ഡിതന്മാരാണ്. തും ദോനോ മേരെ ആകെ മൂർഖ് ഹോ, എൻ്റെ മുന്നിൽ നിങ്ങളൊക്കെ വെറും വിഡ്ഢികളാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നടന്നു. അപ്പോൾ ഒന്നാമത്തെ രാജകുമാർ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് കാട്ടിലൂടെ നടന്നു പോകുമ്പോഴാണ് ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? യഹി ബാത്ത് തോ ചലോ പരീക്ഷ ഹോ ജായേ, എന്നാൽ നമുക്കൊരു പരീക്ഷണം നടത്താം. ഇങ്ങനെയാണോ കാര്യം? എങ്കിൽ നമുക്കൊന്ന് ഒരു പരീക്ഷണം തന്നെ നടത്തിയേക്കാം. ആർക്കാണ് കൂടുതൽ അറിവെന്ന് നോക്കണമല്ലോ. രാജകുമാരൻ അങ്ങനെ പറഞ്ഞപ്പോൾ രാജകുമാരൻ പറഞ്ഞു, യഹി ബാത്തെ തോ തും അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അവനവൻ്റെ അറിവുകൾ ഒന്ന് നമുക്ക് ഇവിടെ ഒന്ന് കാണിക്കാം. ആരുടെ അറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണിക്കാം. രാജകുമാർ തോ ജ്ഞാൻ കാ പരിചയ ജ്ഞാനി കോ ദിയാ ജാതാ ഹെ, മൂർഖോ കോ നഹി. രണ്ടാമത്തെ രാജകുമാരൻ പറയുകയാണ്, ജ്ഞാൻ കാ പരിചയ ജ്ഞാനി കോ ദിയാ ജാതാ ഹെ. അറിവുകളൊക്കെ പരിചയപ്പെടുത്തുന്നത് പണ്ഡിതന്മാരുടെ മുന്നിലാണ്. മൂർഖോ കോ നഹി, വിഡ്ഢികൾക്കല്ല പരിചയപ്പെടുത്തേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു, തും മേരാ അപമാൻ കർ രഹേ ഹോ, നീ എന്നെ അപമാനിക്കുകയാണ്. രാജകുമാരേ, അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ, നഹി തോ ഹം തുംകോ ദണ്ഡ് ദേംഗെ. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു, നിന്റെ അറിവ് നീ പരിചയപ്പെടുത്തൂ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ശിക്ഷിക്കും. രാജകുമാർ ദോ ഇധർ ഉധർ ദേഖ്താ. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി. ഉസേ കിസി ജാൻവർ കി ഹഡ്ഡിയാം പടി ദിഖായി ദേത്തി ഹെ. അപ്പോൾ ആ രാജകുമാരൻ കിസി ജാൻവർ കി, ഏതോ ഒരു മൃഗത്തിൻ്റെ ഹഡ്ഡിയാം, എല്ലുകൾ, പടി ദിഖായി ദേത്തി, എല്ലുകൾ അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു. ആ എല്ല് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു, ഏ ഹഡ്ഡിയാ ദേഖ് രഹേ ഹോ, ഈ എല്ലുകൾ കാണുന്നുണ്ടോ നിങ്ങൾ? ഈ എല്ലുകളുണ്ടല്ലോ. ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു, കണ്ടു. രാജകുമാരൻ പറഞ്ഞു, മേ അപ്നെ ജ്ഞാൻ സേ ബത്താ സക്താ ഹൂം കി യേ ഹഡ്ഡിയാ ഷേർ കി ഹേ. എൻ്റെ അറിവ് കൊണ്ട് എനിക്ക് പറയാൻ കഴിയും. എന്താണത്? ഈ എല്ലുകളുണ്ടല്ലോ. മേ അപ്നെ ജ്ഞാൻ സേ, ഞാൻ എൻ്റെ അറിവ് കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. എന്താണത്? കി യേ ഹഡ്ഡിയാ ഷേർ കി ഹേ, ഇതൊരു സിംഹത്തിൻ്റെ അസ്ഥിയാണ്, എനിക്കറിയാം. രാജകുമാരൻ ബസ് ये तो मामूली बात है, तो निस्सार കാര്യമല്ലേ. मैं तो अपने ज्ञान से इन हड्डियों पर मांस, उनमें रक्त और उसके ऊपर खाल मट सकता हूँ. लो मैं मंत्र पढ़ता हूँ. അതൊക്കെ ഒരു തുച്ഛമായ അറിവല്ലേ, വെറും നിസ്സാരമായ അറിവ്. മേത്തോ, ഞാൻ അപ്പനെ ജ്ഞാൻ സെ, എൻ്റെ അറിവ് കൊണ്ട്, ഇൻ ഹഡ്ഡിയോ പർ, ഈ എല്ലുകളിൽ, ഈ അസ്ഥിക്ക് മുകളിൽ, പർ മാംസവും, ഉന്മേ രക്ത്, അതിൽ രക്തവും, ഓർ ഉസ്കെ ഉപ്പർ, അതിന് മുകളിൽ ഖാൽ, അതിന് മുകളിൽ സ്കിന്നും, തൊലിയും, മഡ്സത്താവും ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും. ലോ മേ മന്ത്രപ്പെടുത്താം. ഞാനിതാ മന്ത്രം ചൊല്ലാൻ പോവുകയാണ്. അടുത്ത പേജിലേക്ക് നോക്കാം. राजकुमार 3 मंत्र पढ़ता है और शेर की हड्डियों पर मांस, उनमें रक्त और उसके ऊपर खाल आ जाती है. അങ്ങനെ മൂന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുന്നു. അങ്ങനെ സിംഹത്തിൻ്റെ അസ്ഥിക്ക് മുകളിൽ മാംസവും രക്തവും അതിനു മുകളിൽ തൊലിയും ഉണ്ടാകുന്നു. രാജകുമാർ
अरे हाँ ये तो हो गया हाँ ഇതാ ഇതിപ്പോ ആയി രാജകുമാരൻ तीन മൂർഖോ अब तो तुम समझे मैं तुम सबसे बड़ा विद्वान हूँ വിഡ്ഢികളെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ആദ്യം രാജകുമാരൻ ഒന്നാമൻ പറയണ അരേ ഹാ യെത്തോ ഹോ ഗയാ ആ ഇത് ശരിയായല്ലോ അപ്പോൾ രാജകുമാരൻ പറയുകയാണ് മൂർഖോ വിഡ്ഢികളെ अब तो तुम समझे ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ मैं तुम सबसे बड़ा विद्वान हूँ നിങ്ങളെ എല്ലാവരെക്കാളും വലിയ പണ്ഡിതനാണ് ഞാനെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ രാജകുമാർ ഏക്ക് लेकिन क्या तुम इसमें प्राण भी डाल सकते हो അപ്പോൾ നിനക്ക് ഇതിൽ ജീവനും നൽകാൻ സാധിക്കുമോ രാജകുമാർ മൂന്ന് പറഞ്ഞു നെയ് पर ये तो तुम भी नहीं कर सकते ഇല്ല നെയ് ഇല്ല പക്ഷേ ഏതോ ഇത് തും भी नहीं कर सकते നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ അപ്പോൾ രാജകുമാർ ഏക്ക് പറയുകയാണ് मैं इसमें प्राण भी डाल सकता हूँ എനിക്ക് ഇതിൽ ജീവനും കൊടുക്കാൻ സാധിക്കും ഞാൻ ഇതിൽ ജീവനും എനിക്കിതിൽ ജീവനും നൽകാൻ സാധിക്കും രാജകുമാർ തോ पर ऐसा मत करना രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു പക്ഷെ അങ്ങനെ ചെയ്യരുത് രാജകുമാർ ഏക്ക് പറഞ്ഞു ക്യോं എന്തുകൊണ്ട് പറ്റില്ല രാജകുമാർ തോ उसके बाद शेर हमें खा जाएगा രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു उसके बाद അതിനുശേഷം ഷേർ സിംഹം ഹമേ ഖാ ജായേഗ നമ്മളെ ഭക്ഷിച്ചു കളയും നമ്മളെ തിന്നു കളയും എന്ന് പറഞ്ഞു അപ്പോഴോ രാജകുമാർ ഏക്ക് पर मुझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूँ പക്ഷേ മുझे तो എനിക്ക് സിദ്ധ करना है തെളിയിക്കേണ്ടതുണ്ട് कि എന്തെന്നാൽ मैं तुम दोनों से बड़ा ज्ञानी हूँ ഞാൻ നിങ്ങളെക്കാൾ വലിയ പണ്ഡിതനാണ് വലിയ അറിവുള്ളവനാണ് എന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചേ മതിയാവൂ അതുകൊണ്ട് എനിക്ക് ഇതിന് ജീവൻ കൊടുത്തേ മതിയാവൂ രാജകുമാർ തീൻ നെഹി നെഹി ഷേർ ഹമേ ഖാ ജായേഗ അയ്യോ അങ്ങനെ ചെയ്യരുത് ഷേർ ഹമേ ഖാ ജായേഗ സിംഹം നമ്മളെ ഭക്ഷിക്കും നമ്മളെ തിന്നുകളയും രാജകുമാർ ഏക്ക് മന്ത്ര പഠിത്താ ഹൈ ഓർ ഷേർ ജീവിത ഹോ ജാത്താ ഹൈ അങ്ങനെ ഒന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുന്നു അങ്ങനെ സിംഹത്തിന് ജീവൻ വെക്കുന്നു ജീവൻ ഉണ്ടാകുന്നു ഷേർ ദഹാഡ് കർ ഉൻകി തരഫ് ബഡ്താ ഹൈ സിംഹം ഗർജിച്ചുകൊണ്ട് അലറിക്കൊണ്ട് അവരുടെ നേരെ അടുക്കുന്നു വേ ബച്നെ കി കോഷിഷ് കർത്തെ ഹൈ അവർ രക്ഷപ്പെടാനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് രാജകുമാർ ദോ അബ് ഹം ബച്ച് നഹീ സക്തേ ഇല്ല ഇനി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല രാജകുമാർ തീൻ ഷേർ ഹമേ ഖാ ഹി ജായേഗ ഉറപ്പായിട്ടും ആ സിംഹം നമ്മളെ തിന്നുകളയും രാജകുമാർ ദോ അരെ വോ ദേഖോ കോൻ ആ രഹാ ഹൈ ആ അതാരാണ് ആരോ വരുന്നുണ്ടല്ലോ അത് അങ്ങോട്ട് നോക്കൂ ആരോ വരുന്നുണ്ടല്ലോ എന്ന് രാജകുമാരൻ പറയുന്നു അതാ അങ്ങോട്ട് നോക്കൂ അതാ ആരോ വരുന്നുണ്ടല്ലോ എന്ന് രാജകുമാരൻ പറയുന്നു അപ്പോൾ അടുത്ത പേജിലേക്ക് ഗുരുവാണ് മേ ജാൻതാ ഹൂം രാജകുമാർ ഏക്ക് ഗുരുജി ഹമാരി ജാൻ ബച്ചായിയേ ഗുരുജി ഞങ്ങളെ രക്ഷിച്ചാലും ഗുരുജി ഹമാരി ജാൻ ബച്ചായിയേ ഗുരുജി ഞങ്ങളെ രക്ഷിച്ചാലും ഗുരു മുझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो इसलिए मैं तुम लोगों के पीछे पीछे आ रहा था മുझे മാലൂം था എനിക്കറിയാമായിരുന്നു എന്തെന്നാൽ തും ലോകോ കെ അന്തർ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അഹങ്കാർ ബഹുതേ വലിയ അഹങ്കാരമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ ഓർ അതുകൊണ്ടാണ് തും അപ്നെ ജ്ഞാൻ കാ നുക്സാൻ ഭി കർ സക്തേ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവിനെ നിങ്ങൾ നശിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഈസിലിയെ അതുകൊണ്ട് മേ തും ലോകോ കെ പീछे ആ രഹാ താ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ വരുന്നുണ്ടായിരുന്നു രാജകുമാർ ഏക്ക് ഗുരുജി മുझसे बड़ी गलती हो गई है शेर हम सबको खा जाएगा ഗുരുജി എന്നിൽ നിന്നും വലിയ ഒരു അബദ്ധം സംഭവിച്ചിരിക്കുന്നു ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു അപരാധം ഷേർ ഹം സബ്കോ ഖാ ജായേഗ സിംഹം നമ്മളെ എല്ലാവരെയും ഭക്ഷിക്കും ഇപ്പോൾ കഴിക്കും ഗുരുജി അബ് മേ അപ്നെ ജ്ഞാൻ സെ അപ്പോൾ ഗുരുജി അബ് മേ അപ്നെ ജ്ഞാൻ സെ इस शेर को ബക്കരി ബനാവുക ഇപ്പോൾ എൻ്റെ അറിവ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം ഈ സിംഹത്തെ ബക്കരി ബനാ ദൂങ്ക ഞാൻ ഇതിനെ ഒരു ആടാക്കി മാറ്റാം इसको बकरी बना दूंगा शेर को बकरी बना दूंगा हाँ गुरुजी പറയാണ് अब मैं अपने ज्ञान से इस शेर को
ബക്കരി ബനാ ദൂങ്ക, ഇതിനെ ഒരാടാക്കി മാറ്റാം ഞാൻ എൻ്റെ അറിവ് കൊണ്ട്. ഗുരു മന്ത്ര പഠിത്താ ഹെ ഷേർ ബക്കരി ബൻ ജാത്താ ഹെ, അങ്ങനെ ഗുരു മന്ത്രം ചൊല്ലുന്നു, ഷേർ സിംഹം ആടായി മാറുന്നു. ഓർ മിമിയാനെ ലഗ്താ ഹെ, അങ്ങനെ അത് കരയാൻ തുടങ്ങും, മേന്ന് കരയാൻ തുടങ്ങുന്നു. ഗുരുജി, അപ്പോൾ ഗുരുജി പറയുന്നു, ശിഷ്യോ ധ്യാൻ രഹേ, എൻ്റെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ശിഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കൂ. യേ ജ്ഞാൻ ജിസ്സെ അപ്ന യാ ദൂസരാ കാ നുക്സാൻ ഹോ ജ്ഞാൻ നഹീ ബൽക്കി അജ്ഞാൻ ഹെ. യേ ജ്ഞാൻ, ആ അറിവ്, ഏതറിവ്? വോ ജ്ഞാൻ, ആ അറിവ്. ജിസ്സെ അപ്ന യാ ദൂസരോ കാ നുക്സാൻ ഹോ ജ്ഞാൻ നഹീ, അതുകൊണ്ടുള്ള ആ അറിവ് കൊണ്ട് അപ്ന തൻ്റെ, യാ ദൂസരോ കാ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ, നുക്സാൻ ഹോ നശിപ്പിക്കും, മറ്റുള്ളവരെയോ അല്ലെങ്കിൽ തങ്ങളെയോ തന്നെ നശിപ്പിക്കുന്ന ജ്ഞാൻ അറിവ്, അത് അറിവല്ല. നെഹി ജ്ഞാൻ നെഹി ബൽക്കി അജ്ഞാൻ ഹെ, അത് വിഡ്ഢിത്തമാണ്, അത് അറിവില്ലായ്മയാണ്. ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയേ ഹി ഹോത്താ ഹെ, അറിവെന്ന് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാവണം. സഭി അഭിനേത, അപ്പോൾ എല്ലാ അഭിനേതാക്കളും ഒരുമിച്ച് ഏക്ക് സാത്ത് കൈ ബാർ കഹത്തെ ഹെ, ഒരുമിച്ച് ഒരുപാട് തവണ പറയുന്നു. ज्ञान तो सबकी भलाई के लिए ही होता है, ज्ञान तो सबकी भलाई के लिए ही होता है, ज्ञान तो सबकी भलाई के लिए ही होता है. അറിവ് എന്നുള്ളത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാവണം. അറിവെന്ന് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാവണമെന്ന് അവർ ഒരുമിച്ച് എല്ലാവരും പറയുന്നു. ഇനി അടുത്ത താഴെ നോക്കാം. ഗ്യാൻമാർ ഏകാംഗിക മഞ്ജൻ ഹോനെ വാലാ ഹെ, इसके लिए एक പോസ്റ്റർ തയ്യാർ കരെ, ഏകാംഗിക മഞ്ജൻ കരെ. അപ്പം ഈ ഗ്യാൻമാർഗ് എന്ന് പറഞ്ഞ ഈ നാടകത്തിന് നിങ്ങളത് സ്റ്റേജിൽ ഒരു നാടകമായി അവതരിപ്പിക്കണം. ഇസ്കെ ലിയെ, അതിന് ഏക്ക് പോസ്റ്റർ തയ്യാർ കരെ, അതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഏകാംഗിക മഞ്ജൻ കരെ, അതിനുശേഷം നിങ്ങൾ ഈ നാടകത്തിനെ സ്റ്റേജിൽ അവതരിപ്പിക്കുക. അടുത്ത ഈ കഥ എഴുതിയത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ അസ്ഗർ വജാഹത്ത്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഡോക്ടർ അസ്ഗർ വജാഹത്ത് का जन्म 5 जुलाई 1946 को उत्तर प्रदेश के फतेहपुर में हुआ. डॉक्टर असगर वजाहत का जन्म 5 जुलाई 1946 को 1946 ജൂലൈ 5 ഉത്തർപ്രദേശ് के ഫത്തേപൂർ में हुआ. ഉത്തർപ്രദേശിലെ ഫത്തേപൂർ എന്ന ജില്ലയിലാണ് ഉണ്ടായത്. उन्होंने अलीगढ़ मुस्लिम विश्वविद्यालय से PhD तक की पढ़ाई की. അദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD വരെ പഠിച്ചിട്ടുണ്ട്. ഉनके लेखन में 3 कहानी संग्रह, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ 3 കഹാനി സംഗ്രഹ, കഥാസംഗ്രഹമുണ്ട്. 4 ഉപന്യാസ്, 4 ഉപന്യാസം, 6 നാടക്, 6 നാടകങ്ങൾ, और कई अन्य രചനയെ ഷാമിൽ ഹെ, അതുപോലെ മറ്റ് ഒരുപാട് രചനകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉൻകി നാടകോ കാ ദേശ് ഭർ മേ മഞ്ജൻ ഹുവാ ഹെ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഒരുപാട് രാജ്യത്ത് മൊത്തം ഒരുപാട് സ്ഥലങ്ങളിൽ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്കെ അലവ, അതുകൂടാതെ പട്കഥ, തിരക്കഥ കെ ക്ഷേത്രോ മേ ബി വേ മഷൂർ ഹെ, തിരക്കഥകളും അതിലും അദ്ദേഹം പ്രസിദ്ധനാണ്. ആദി ബാനി ദില്ലി പहुंचना है, कैसी आग लगाई अकी, സബ്സെ സസ്താ ഗോഷ്ത്, ഈ പറഞ്ഞ കഥകളെല്ലാം ആദിബാനി, ദില്ലി പहुंचना है, कैसी आग लगाई अकी, സബ്സെ സസ്താ ഗോഷ്ത് ആദി, ഇവയെല്ലാം ഉൻകി പ്രമുഖ രചനായ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനകളാണ്. സംപ്രതി വേ ജാമിയ മില്ലിയ ഇസ്ലാമിയക്ക് അധ്യാപക. ഇപ്പോൾ അദ്ദേഹം ജാമിയ മില്ലിയ ഇസ്ലാമിയ കോളേജിലെ അധ്യാപകനാണ്. അദ്ദേഹം അവിടുത്തെ അധ്യാപകനാണ്. അടുത്ത പേജിലേക്ക് നോക്കാം. അപ്പോൾ ഇത് സ്റ്റേജിൽ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ദോസ്തോമേ പ്രസ്തുതീകരണമേ, അപ്പോൾ നിങ്ങൾ പ്രസ്തുതി ചെയ്യുമ്പോൾ, നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിലെന്തൊക്കെ വേണം? രംഗ് മഞ്ച്, ഉചിത് രംഗ് സജ്ജാഹെ, ശരിയായ രീതിയിൽ നിങ്ങൾ രംഗം സജ്ജീകരിച്ചിരുന്നു. സ്റ്റേജ് പിന്നെ അതുപോലെ സാമഗ്രിയൊക്കെ ഉചിത് പ്രയോഗ ഹെ, അതിൽ ശരിയായ രീതിയിൽ എല്ലാ സാമഗ്രികളും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? പിന്നെ അതുപോലെ കഥാപാത്രങ്ങളെ നിങ്ങൾ പാത്രാനുകൂലായിരുന്നോ? വേഷഭൂഷാദികളൊക്കെ ആ കഥാപാത്രത്തിന് അനുയോജ്യമായിരുന്നോ? പിന്നെ അതുപോലെ ചൽ ഉചിത് ഹെ, അത് അവരുടെ ചലനവും നടത്തുമൊക്കെ
അവർക്ക് യോജിച്ചതായിരുന്നു. ഹാവ് ഭാവ് സ്വാഭാവിക ഹേ, അവരുടെ ഹാവഭാവാദികളൊക്കെ സ്വാഭാവികമായിരുന്നു. അന്യപാത്രസെ ഓർ പ്രസൻസെ താൽമേൽ ഹേ, എല്ലാ കഥാപാത്രങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യോജിപ്പ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ ഈ കോളങ്ങളിൽ ടിക്ക് ഇടുക. അടുത്തത് കഥോപകഥൻ. അതുപോലെ തന്നെ കഥോപകഥൻ സംവാദ സ്പഷ്ട വശ്രവ്യ ഹെ, എല്ലാവർക്കും കേൾക്കാവുന്ന തരത്തിൽ വ്യക്തമായാണോ നിങ്ങളുടെ സംഭാഷണം ഉണ്ടായിരുന്നത്. സംവാദ പ്രസ്തുതി സ്വാഭാവിക ഹെ, അതുപോലെ തന്നെ നിങ്ങളുടെ സംഭാഷണം അവതരിപ്പിച്ചപ്പോൾ അത് സ്വാഭാവികമായ രീതിയിലായിരുന്നു. ഇതെല്ലാം നോക്കി നിങ്ങൾ ഇതിലെ ഈ കോളത്തിലെല്ലാം നിങ്ങൾക്ക് യോജിച്ച ഏത് കോളത്തിലാണോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടതാണെങ്കിൽ നിങ്ങളതിൽ അതിനനുസരിച്ച് ടിക്കിടുക. ഓക്കെ, അടുത്തത് വാക്യപടി. ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. രേഖാങ്കിത ശബ്ദോं पर ध्यान दें. मैं मंत्र पढ़ता हूँ, ഞാൻ മന്ത്രം ചൊല്ലട്ടെ. क्या तुम इसमें प्राण भी डाल सकते हो? എന്താ നിനക്ക് ഇതിൽ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇതിൽ ജീവനും ഇടാൻ സാധിക്കുമോ, ജീവനും കൊടുക്കാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കൂ. മേ എന്ന് വന്നപ്പോഴിവിടെ പഠിത്താഹും, ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. മേ മന്ത്ര പഠിത്താഹും, മേ എന്ന് വന്നത് കൊണ്ടാണ്. മേ പുല്ലിംഗം ഏകവചനമാണ്, പിന്നെ സാമാന്യ വർത്തമാന കാലത്തിലാണിത്. പഠിത്താഹും, മേ എന്ന് വന്നതുകൊണ്ട് ഹൂൺ എന്ന് വന്നു. ഇവിടെയോ ക്യാ തും ഇസ്മേ പ്രാൺ ബി ഡാൽ സക്തേ ഹോ, നിനക്കിതിൽ ജീവൻ ഇടാൻ സാധിക്കുമോ. തും എന്ന് വന്നതുകൊണ്ട് ഇവിടെ തേ ഹോ എന്ന് വന്നു അല്ലേ. ഡാൽ സക്തേ ഹോ, ഇടാൻ സാധിക്കുമോ, ജീവനും കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ചർച്ച കരി പ്രത്യേക വാക്യക്ക് രേഖാങ്കിത ശബ്ദവും ആപ്പസി സംബന്ധിക്കായ, അപ്പോൾ ഓരോ വാക്കുകളും തമ്മിലുള്ള ആ രേഖാങ്കിത് അടിവരയിട്ട ആ പദങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്, അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. പാഠഭാഗോസെ ഐസെ ശബ്ദ ചുനെ ഓർ ലിഖെ, പാഠഭാഗത്തിൽ നിന്നും ഇത്തരം വാക്കുകൾ എടുത്ത് നിങ്ങൾ എഴുതണം. അത്ര സെൻറ്റൻസുകൾ, ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ പാഠഭാഗത്തിൽ നിന്നും എടുത്ത് എഴുതുക. അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ കാണുന്നുണ്ട് നമ്മൾ ഗ്യാൻ സബ്കി ഭലായി കേലിയെ അല്ലേ. അറിവിനെ കുറിച്ച് നോക്കാം. ഗ്യാൻ അടുത്ത പേജിലേക്ക് നോക്കാം. ഗ്യാൻ ഹർ ഏക് മേ കുച്ച് ന കുച്ച് ഗ്യാൻ ഹെ, ഓരോരുത്തരിലും എന്തെങ്കിലുമൊക്കെ അറിവുകളുണ്ട്. ഗ്യാൻ ബാഹരി ദിഖാവാ നഹി ഹെ, അറിവെന്ന് പറയുന്നത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ളതല്ല. ഗ്യാൻ സബ്കി ഭലായി കേലിയെ ഹെ, അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാവണം. അഹങ്കാർ സെ ഗ്യാൻ അസഫൽ ഹോത്താ ഹെ, അഹങ്കാരം കൊണ്ട് അറിവ് അസഫലമാവുകയുള്ളൂ, അത് വിജയിക്കുകയില്ല, അത് പരാജയപ്പെടുകയുള്ളൂ. ജിജ്ഞാസ കെ ബിന, മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു ആപ്തവാക്യം കൂടി നോക്കാം. ജിജ്ഞാസ കെ ബിന ഗ്യാൻ നഹി ഹോത്ത, ജിജ്ഞാസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിവുണ്ടാവുകയുള്ളൂ. അതായത് അറിവ് നേടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിവ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ അടുത്തത് എൻഡൻ ചെക്കോവ് പറഞ്ഞത് നോക്കാം. ഉസ് ഗ്യാൻ കാ കോയി ലാഭ് നഹി ജിസെ ആപ് കാം മേ നഹി ലാത്തെ, ആ അറിവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഉസ് ഗ്യാൻ കാ കോയി ലാഭ് നഹി, ഒരു ലാഭവുമില്ല. ജിസെ ആപ് കാം മേ നഹി ലാത്തെ, നിങ്ങളുടെ അറിവ് കൊണ്ട് ഒരു പ്രയോജനമില്ല. ആ അറിവ് കൊണ്ട് അത് പ്രയോഗത്തിൽ വരുത്തിയിട്ടില്ലെങ്കിൽ, അതുകൊണ്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ അറിവുകളെക്കുറിച്ച്, നോളജിനെ കുറിച്ചുള്ള ഒരുപാട് ആപ്തവാക്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഗ്യാൻ സെ സംബന്ധിത് ഉക്തിയോക സങ്കലൻ കരേ, അതുപോലെ തന്നെ നിങ്ങളും ഈ അറിവിനെ കുറിച്ചുള്ള കുറച്ച് ഉക്തികൾ, കുറച്ച് ആപ്തവാക്യങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യുക, ശേഖരിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വെക്കുക, നോട്ട് ബുക്കിൽ എഴുതുകയും ചെയ്യുക. ഈ ഒന്നാമത്തെ യൂണിറ്റിൽ തന്നെ ഒരു കവിത കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ 2 പാഠങ്ങൾ നമ്മൾ കഴിഞ്ഞു അല്ലേ. ഒന്ന് ഷഹൻഷാ അക്ബർ കോ കോൻ സിഖായേഗ, രണ്ടാമത്തത് ഗ്യാൻ മാർഗ്. അപ്പോൾ അടുത്തത് ഒന്നും കൂടി നോക്കൂ. ഈ ഒരു കവിത കൂടി കഴിഞ്ഞാൽ ഈ യൂണിറ്റ് പൂർത്തിയാവും. അപ്പോൾ നോക്കാം. കവിതയുടെ പേര് മേ ഇധർ ഹൂ, ഞാൻ ഇവിടെയുണ്ട്. പി മധുസൂദനൻ, നമ്മുടെ മലയാള കവിയായ മധുസൂദനൻ എഴുതിയതാണ് ഈ കവിത. അപ്പോൾ നോക്കാം. ഖുഷ്ബു സെ ഓർ രംഗോ സെ, നോക്കാം നമുക്ക്. खुशबू से और रंगों से एक फूल बोला मैं इधर हूँ, गानों से और लहरियों से चिड़िया बोली मैं इधर हूँ,
ഖുഷ്ബു സെ സുഗന്ധം കൊണ്ട് ഓർ രംഗോ സെ നിറം കൊണ്ടും ഏക് ഫൂൽ ഒരു പൂവ് പറഞ്ഞു മേ ഇധർ ഹൂ ഞാൻ ദാ ഇവിടെയുണ്ട്. അല്ലേ, ഒരു പൂവ് ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിൻ്റെ നിറവും അതിൻ്റെ സൗരഭ്യവും അതിൻ്റെ സുഗന്ധവും കൊണ്ട് നമ്മൾക്ക് അറിയാം ഒരു പൂവ് അവിടെ ഉണ്ടെന്ന്. ഗാനോ സെ പാട്ടുകൊണ്ട് ഓർ ലഹരിയോ സെ അല്ലേ, പാട്ടുകൊണ്ടും അതിൻ്റെ പറക്കൽ കൊണ്ടും ചിടിയ പോലെ പക്ഷി പറഞ്ഞു മേ ഇധർ ഹൂ ഞാനിതാ ഇവിടെയുണ്ട്. ഓ ശിശിർ ഹവാ കോ ഭേജ് ദിയാക്കർ ബോല സമന്ദർ മേ ഇധർ ഹൂ. ഓ ശിശിരകാലമേ ഹവാ കോ ഭേജ് ദിയാക്കർ ആ കാറ്റിനെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടൂ. ബോല സമന്ദർ അങ്ങനെ പറഞ്ഞുകൊണ്ട് സമുദ്രവും മേ ഇധർ ഹൂ ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിച്ചു. ചാന്ദ് ഓ ചന്ദ്രൻ അമ്പിളിമാമ തും ചാന്ദിനെ ഉടേൽത്തെ രഹോ ജുഗുൻ പോലെ ഹംബി ഹെ. അതായത് അമ്പിളിമാമനോട് ചന്ദ്രനോട് പറയുകയാണ് ജുഗുനും. ആരാണ് ജുഗുനു? മിന്നാമിനുങ്ങ് പറയുകയാണ് ഓ ചാന്ദ് ചാന്ദ് അമ്പിളി തും ചാന്ദിനി ഉടേൽത്തെ രഹോ നീ നിലാവ് പൊഴിച്ചുകൊണ്ടേയിരിക്കൂ. ജുഗ്നു പറഞ്ഞു. ഹംബി ഹെ ഞങ്ങളും ഇവിടെയുണ്ട്. സാഗർ പഹാഡ് നദിയ സബ് കഹത്തെ ഹെ. സാഗർ പറയുന്നു, സമുദ്രം പറയുന്നു, പഹാഡ് മലകൾ പറയുന്നു, നദികൾ പറയുന്നു, സബ് കഹത്തെ ഹെ എല്ലാവരും പറയുന്നു, ഹം ഇധർ ഹെ ഞങ്ങളിതാ ഇവിടെയുണ്ട്. അടുത്ത പേജിലേക്ക് നോക്കാം. രംഗോ സെ ആവാസോ സെ ലവ് സെ ഗന്ധ് ലഹർ സബ് യഹി കഹത്തെ ഹെ മേ ഇധർ ഹൂം. രംഗോ സെ നിറങ്ങൾ കൊണ്ട്, ആവാസോ സെ ശബ്ദങ്ങൾ കൊണ്ട്, ലവ് സെ സ്നേഹം കൊണ്ട്, ഗന്ധ് ലവ് സെ ഗന്ധ് ലഹർ സബ് എല്ലാവരും പറയുന്നു, യഹി കഹത്തെ ഹെ മേ ഇധർ ഹൂം ഞാനിവിടെയുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രംഗോസെ ആവാസോസെ ലൗസെ ഗന്ധ് ലഹർ സബ് എല്ലാവരും പറയുന്നു ഞങ്ങളിവിടെയുണ്ട്. മേരെ പ്രിയ സാഥി എൻ്റെ പ്രിയ കൂട്ടുകാരാ, തുമ്പി ബോലോന ജോർസെ നീയും ഉറക്കെ പറയൂ മേ ഇധർ ഹൂ ഞാൻ ഇവിടെയുണ്ട് എന്ന് നീയും പറയൂ. അതായത് നമ്മുടെ കഴിവുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ കഴിവുകൾ കാണിച്ചുകൊണ്ട് നമ്മളും ഇവിടെയുണ്ട് എന്ന് നമ്മളും പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതായത് നമ്മൾ നമ്മുടെ അറിവുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുക, ഉപകാരപ്പെടുത്തുക. അത് കണ്ട് മറ്റുള്ളവർ നമ്മുടെ അടയാളം എന്ന് പറയുന്നത് നമ്മുടെ അറിവാണ്. ആ അറിവുകൾ ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് നമ്മളും പറയണം ഇതാ ഞാനും ഇവിടെയുണ്ട് എന്ന്. ചർച്ച കരേ മേ ഇധർ ഹൂം സാബിത് കർനെ മേ ജ്ഞാൻ കി ക്യാ ഭൂമിക ഹൈ. ഞാനും ഇവിടെയുണ്ട് എന്ന് സ്ഥാപിക്കാൻ അറിവിന് എത്രത്തോളം പങ്കുണ്ട്, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അറിവിന് തന്നെയാണ് പങ്കുള്ളത് അല്ലേ. ഒരാൾ അറിവുണ്ടെങ്കിൽ ആ അറിവുള്ള ആളെ നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടും അവരെ. കാരണം അറിവ് തന്നെയാണ് ഏറ്റവും വലിയ അല്ലേ. വിദ്യാധനാൽ സർവധനാൽ പ്രധാനം എന്ന് കേട്ടിട്ടില്ലേ? വിദ്യാധനം സർവധനാൽ പ്രധാനം. എല്ലാ ധനത്തെക്കാളും പ്രധാനമായിട്ടുള്ളത് വിദ്യ എന്ന ധനം തന്നെയാണ് എന്ന നമ്മുടെ പഴഞ്ചൊല്ല് പോലെ തന്നെ അല്ലേ. വിദ്യ തന്നെയാണ് ഏറ്റവും വലിയ ധനം, അറിവ് തന്നെയാണ് ഏറ്റവും വലിയ ധനം. ഇനി കവിയെക്കുറിച്ച് എന്താണ് നോക്കാം. പി മധുസൂദനൻ കാ ജന്മ. ഇനി അദ്ദേഹത്തെ കുറിച്ച്. പി മധുസൂദനൻ കാ ജന്മ എറണാകുളം കെ വലയന चिरंगरा में हुआ. आप अबुधाबी शक्ति अवार्ड और केरल बाल साहित्य ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് സെ സമ്മാനിത ഹെ. അദ്ദേഹത്തിന് അബുദാബി ശക്തി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. और കേരള ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, കേരള ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ആപ്പ് ശ്രീ മൂൽ നഗരം അഗവൂർ മാധ്യമിക് സ്കൂൾ में പ്രധാനാധ്യാപക് है. അദ്ദേഹം ശ്രീമൂല നഗരം അഗവൂർ മാധ്യമിക് സ്കൂൾ, മാധ്യമിക് സ്കൂളിലെ പ്രധാനാധ്യാപകനാണ്. അവിടുത്തെ പ്രധാനാധ്യാപകനാണ് അദ്ദേഹം, പി മധുസൂദനൻ നായർ.
അദ്ദേഹം ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്ത പേജിലേക്ക് നോക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് അവസാനിക്കുകയാണ്. അധികം ഉപലബ്ധിയ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ പാഠം ഈ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിരിക്കണം? കഹാനി പഠിക്കർ ആശയ പ്രസ്തുത് കർത്താ ഹെ, കഥ വായിച്ചിട്ട് ആശയം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. കഹാനിക്കോ ഏകാംഗിക രൂപമേ ബദൽത്താ ഹെ, ഒരു കഥയെ നാടക രൂപത്തിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. കാർട്ടൂൺ പഠിക്കർ വിചാർ പ്രസ്തുത് കർത്താ ഹെ, ഒരു കാർട്ടൂൺ വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. പോസ്റ്റർ തയ്യാർ കർത്താ ഹെ, പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾ പഠിക്കും. പോസ്റ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഏകാംഗിക മഞ്ചൻ കർത്താ ഹെ, ഒരു നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് അറിയണം. കവിതാക ആശയ ലിഖ്താ ഹെ, കവിതയുടെ ആശയം എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. കവിതാ പാഠ് കർത്താ ഹെ, കവിത വായിക്കാൻ പറ്റണം. കർത്ത ക്രിയ അന്വിതീക വിശ്ലേഷൺ കർത്താ ഹെ, അവർ പ്രയോഗ കർത്താ ഹെ. അതുപോലെ തന്നെ കർത്താവും ക്രിയകളും തമ്മിലുള്ള ബന്ധമെല്ലാം പഠിച്ച് അതിൽ മനസ്സിലാക്കി പ്രയോഗിക്കാനും നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ഏകവചനം വന്നാൽ ബഹുവചനം വന്നാൽ എങ്ങനെ, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത പേജിലേക്ക് പോയാൽ എല്ലാ അർത്ഥങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ യൂണിറ്റ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.